ഹായ് എവ്രി വൺ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു വെറൈറ്റി ആയിട്ടുള്ളൊരു ഡിഷുമായിട്ടാണ്. ബീട്രൂട്ട് ചിക്കൻ. വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു ഡിഷാണിത്. നിങ്ങൾക്ക് ഗ്രേവി ആയിട്ടും അല്ലെങ്കിൽ കറി ആയിട്ടൊക്കെ ഇത് ഉണ്ടാക്കിയെടുക്കാം. ഞാനിവിടെ ഗ്രേവി ആയിട്ടാണ് നിങ്ങൾക്ക് കാണിച്ചു തരുന്നത്. സോ ഇതെങ്ങനെ തയ്യാറാക്കുന്നത് നമുക്ക് നോക്കാം. എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഡു സബ്സ്ക്രൈബ്. തൊട്ടടുത്തുള്ള ബെൽ ഐക്കണും എനേബിൾ ചെയ്യുക. ആദ്യം തന്നെ നമുക്ക് ചിക്കൻ ചെറിയ പീസാക്കി ഇതുപോലെ കട്ട് ചെയ്ത് കഴുകി വൃത്തിയാക്കി എടുക്കണം. ഞാനിവിടെ 2 ചെറിയ ചിക്കനാണ് എടുത്തിട്ടുള്ളത്. പിന്നെ ഞാനിവിടെ 2 ബീട്രൂട്ടാണ് എടുത്തിട്ടുള്ളത്. ഇതുപോലെ ഗ്രേറ്റ് ചെയ്ത് വെച്ചിട്ടുള്ളത്. നിങ്ങൾക്ക് വേണമെങ്കിൽ അരിഞ്ഞ് ചേർക്കാം. ഇതുപോലെ ഗ്രേറ്റ് ചെയ്തെടുക്കുന്നതാവും കൂടുതൽ ഭംഗി കാണാനായിട്ട്. സോ ഞാനിവിടെ മെഷീനിൽ ഇങ്ങനെ ചെയ്ത് വെച്ചിട്ടുണ്ട് ഓൾറെഡി. പിന്നെ നമുക്കിതിലേക്ക് വേണ്ടത് ഒരു വലിയ ഉള്ളി, ഒരു തക്കാളി, കുറച്ച് കറിവേപ്പില, പിന്നെ കുറച്ച് പച്ചമുളക്, 2 പച്ചമുളക് കീറിയിടാൻ വേണ്ടിയിട്ടാണ്. പിന്നെ നമുക്ക് വേണ്ടത് ക്യാപ്സിക്കം. ഞാൻ 3 കളർ ക്യാപ്സിക്കം കുറച്ച് എടുത്തിട്ടുണ്ട് ഹാഫായിട്ട്. പിന്നെ കുറച്ച് മല്ലിയിലയും പുതിനയിലയും. പിന്നെ ഞാനിവിടെ ഒരു മസാല തയ്യാറാക്കിയിട്ടുണ്ട്. ഇതിൽ നമ്മൾ ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക്, കുരുമുളക് പൊടി എല്ലാം കൂടെ അരച്ചെടുത്തതാണ്. അതുകൊണ്ട് തന്നെ എക്സ്ട്രാ ഇഞ്ചി വെളുത്തുള്ളി ഒന്നും നമ്മൾ പേസ്റ്റ് ആക്കിയിട്ട് സെപ്പറേറ്റ് ചേർക്കുന്നില്ല. പിന്നെ ഒരു പാനിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് ചൂടായതിനു ശേഷം നമുക്കിതെല്ലാം കൂടെ ഒന്ന് ഉള്ളി, തക്കാളി, കറിവേപ്പില, 2 പച്ചമുളക് കീറിയിട്ടത് എല്ലാം കൂടെ നമുക്ക് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. ഉപ്പും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ടെടുക്കണം. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. ഞാൻ കുറച്ച് സ്പൈസസ് ഇതിലേക്ക് ആഡ് ചെയ്യുന്നുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ കുറച്ചധികം ഗരം മസാല ചേർത്താൽ മതി. ഞാൻ കുറച്ച് സ്പൈസസും അതോടൊപ്പം ഇത് പൊടിച്ച ഗരം മസാലയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇവിടെ. ഒരു ടീസ്പൂൺ ഗരം മസാല ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് നമ്മൾ അരച്ച് വെച്ചിട്ടുള്ള ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക്, കുരുമുളക് അതിൻ്റെ പേസ്റ്റ് ചേർത്ത് കൊടുക്കാം. ഇനി നമ്മൾ കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന ചിക്കൻ പീസസ് ഇതിലേക്ക് ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് അടച്ച് വെച്ച് കുക്ക് ചെയ്തിട്ടെടുക്കണം. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കാം. ഇനി ഇതൊന്ന് അടച്ച് വെച്ച് ചിക്കൻ ഒരു ഹാഫ് കുക്കാവുന്ന വരെ വേവിച്ചെടുക്കണം. ഇപ്പോൾ ഇത് ഹാഫ് കുക്കായിട്ടുണ്ട്. നമ്മൾ ഒട്ടും വെള്ളം ചേർത്തിട്ടില്ല. എന്നാൽ തന്നെ കുറച്ച് ഗ്രേവി ഇതിൽ നിന്ന് ഇറങ്ങി വന്നിട്ടുണ്ട്. ഇതൊന്ന് ഇളക്കി കൊടുത്തിട്ട് ഒന്നും കൂടെ ഒന്ന് വേവിച്ചെടുക്കണം. ഇപ്പോൾ ഇത് ഏകദേശം ഒരു ഹാഫ് കുക്കായിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ ബീട്രൂട്ട് ചേർത്ത് കൊടുക്കണം. അരിഞ്ഞു വെച്ചിരിക്കുന്ന ക്യാപ്സിക്കം കൂടെ ആഡ് ചെയ്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് ഒരു 5 മിനിറ്റ്സും കൂടെ അടച്ച് വെച്ച് വേവിക്കണം.
ഇടയ്ക്കൊന്ന് ഓപ്പൺ ചെയ്ത് ഇളക്കി കൊടുക്കണം. ഇനി ഇതിലേക്ക് നമ്മളുടെ മല്ലിയിലയും കൂടെ ചേർത്ത് ഒന്നും കൂടെ ഒന്ന് അടച്ചു വെച്ച് 2 മിനിറ്റും കൂടെ കുക്ക് ചെയ്തിട്ടെടുക്കണം. ഇപ്പോൾ നമ്മുടെ ബീട്രൂട്ടും ചിക്കനും ഒക്കെ നന്നായിട്ട് കുക്കായി പെർഫെക്റ്റായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് സെർവ് ചെയ്യാം. ഒപ്പം കുറച്ച് മല്ലിയെല്ലാം കൂടി ഇട്ടിട്ടൊന്ന് ഗാർണിഷ് ചെയ്യാം. ഏറ്റവും ലാസ്റ്റ് നിങ്ങൾക്ക് സ്പൈസി കൂടുതലാണെന്ന് തോന്നുവാണെങ്കിൽ കുറച്ച് വെളിച്ചെണ്ണ മേലൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ഏറ്റവും ലാസ്റ്റ് കുറച്ച് ഫ്ലേവറിന് വേണ്ടിയിട്ട് ഞാൻ ഗാർലിക് ഗ്രാന്യൂൾസ് ഒന്ന് ചേർത്ത് കൊടുക്കണം. നിങ്ങൾക്ക് വേണമെങ്കിൽ ചേർത്ത് കൊടുത്താൽ മതി. അപ്പോൾ എല്ലാവരും നമ്മുടെ ബീട്രൂട്ട് ചിക്കൻ ട്രൈ ചെയ്യാതെ പോവരുത്. എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കണം. ഫീഡ്ബാക്ക്സ് അറിയിക്കണം, കമൻറ്റിലൂടെ അറിയിക്കാം. എൻ്റെ ഇൻസ്റ്റഗ്രാം ID കൊടുത്തിട്ടുണ്ട്, അതിലും അറിയിക്കാം. എല്ലാവരും ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബും ചെയ്യുക. നിങ്ങൾക്ക് വേണമെങ്കിൽ കറി രൂപത്തിലും ഉണ്ടാക്കാം. ഞാനിവിടെ കറി ഇല്ലാണ്ടാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. ഇനി പുതിയൊരു ഡിഷുമായിട്ട് നമുക്ക് കാണാം. താങ്ക് യു.